അർജന്റീനയുടെ കേരള സന്ദർശനത്തിൽ അനിശ്ചിതത്വം. ലയണൽ മെസ്സി കേരളത്തിലേക്ക് ഈ വർഷം ഇല്ലെന്ന് സൂചന. ഈ വർഷം കേരളത്തിലേക്ക് വരുന്നതിൽ ഇതുവരെ അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് കായിക വകുപ്പ് അറിയിക്കുന്നു. അർജുൻ രാജ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നമുക്കൊപ്പം ചേരുകയാണ്. അർജുൻ രാജ്, കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ തന്നെയാണ് മെസ്സി വരും എന്ന് ഉറപ്പിച്ചു പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ മാറ്റി പറയുന്നത്? ബിനിൽ, കായിക വകുപ്പിന്റെ വിവരാവകാശ നിയമ ചോദ്യത്തിലുള്ള മറുപടിയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. മെസ്സി കേരളത്തിലേക്ക് വരുന്നതിൽ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ, അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടോ എന്നതായിരുന്നു ചോദ്യം. അതിനുള്ള മറുപടിക്കകത്താണ് മെസ്സി വരുന്ന കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന വിവരാവകാശ നിയമപ്രകാരം തന്നെ കായിക വകുപ്പ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. നമുക്കറിയാം, ഒരു അനിശ്ചിതത്വം നേരത്തെയും വിഷയത്തിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് മന്ത്രി പറഞ്ഞ കാര്യം, ജൂണിൽ മന്ത്രി പറഞ്ഞത് ഒരാഴ്ച കൊണ്ട് ഇക്കാര്യത്തിൽ പ്രഖ്യാപനമുണ്ടാകും. ജൂണിൽ തന്നെ കായിക വകുപ്പുമായി അർജന്റീനയുടെ ഫുട്ബോൾ അസോസിയേഷൻ കേരളത്തിലേക്ക് വന്ന് ചർച്ച നടത്തിയും സംയുക്ത പ്രസ്താവന ഇത് സംബന്ധിച്ച് ഉണ്ടാകുമെന്നായിരുന്നു കായിക വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം. അത് കഴിഞ്ഞ് ജൂണും ജൂലൈയും കഴിഞ്ഞ് ആഗസ്റ്റ് ആകുമ്പോഴും ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ കാര്യം കായിക വകുപ്പ് തന്നെ ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ഥിരീകരണം, അറിയിപ്പ് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷന്റെ ഭാഗത്തു നിന്ന് മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതിന്റെ കാരണം എന്താണെന്നുള്ള കാര്യത്തിലൊന്നും ഒരു വിശദീകരണം കായിക വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, നേരത്തെ ഈ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ടിരുന്ന അതിന്റെ സ്പോൺസർമാർ അവർ മുഖാന്തരമാണ് കേരളത്തിലേക്കുള്ള അർജന്റീനൻ ഫുട്ബോൾ ടീമിന്റെ സന്ദർശനം സാധ്യമാകുക. അവർ പണമടച്ച് ഏജന്റ് മുഖേന ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ആ പദ്ധതി. അതിന് മേൽനോട്ടം വഹിക്കുക എന്ന ഉത്തരവാദിത്തമായിരുന്നു സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നത്. അതായത് സ്പോൺസർമാരാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടിയിരുന്നത്. പക്ഷേ അക്കാര്യത്തിൽ എന്താണ് പിന്നീട് സംഭവിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി സ്പോൺസർമാർ വിശദീകരിക്കേണ്ടി വരും. നമുക്കറിയാം, ഇന്ത്യൻ സന്ദർശനം, ലയണൽ മെസ്സിയുടെ ഇന്ത്യൻ സന്ദർശനം ഇതിനോടകം തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. കൊൽക്കത്തയിലും മറ്റ് ചില നഗരങ്ങളിലുമൊക്കെ മെസ്സി ഈ വർഷം വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ അത് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആ പട്ടികയിലൊന്നും കേരളമില്ല. കേരളത്തിലേക്ക് വന്ന് 2 സൗഹൃദ മത്സരങ്ങൾ കളിക്കുമെന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പ്രഖ്യാപനമാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിട്ടുള്ളത്. ഇന്ത്യയിലെ ചില നഗരങ്ങളിലേക്ക് ലയണൽ മെസ്സി ഉൾപ്പെടെയുള്ള ടീം എത്തുമെന്ന് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായി. പക്ഷേ അതിലെവിടെയും കേരളത്തിലെ സന്ദർശനമോ കേരളത്തിൽ അർജന്റീനൻ ഫുട്ബോൾ ടീം 2 സൗഹൃദ മത്സരങ്ങൾ കളിക്കുമെന്നുള്ള കാര്യമോ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അത് മന്ത്രി ഉറപ്പ് പറഞ്ഞ് 2 മാസം പിന്നിടുമ്പോഴും ഔദ്യോഗികമായ ഒരു കമ്മ്യൂണിക്കേഷൻ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല. അത് അങ്ങനെ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്ന് കായിക വകുപ്പ് തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ബിനിൽ, അർജുൻ, ഇതിപ്പോൾ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ജൂൺ മാസം 6-ാം തീയതി 8:40 PM ഇട്ടിരിക്കുന്ന പോസ്റ്റ്, ലോക ചാമ്പ്യന്മാരായ അർജന്റൈൻ ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് മെസ്സി വരും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പടം ഉൾപ്പെടെയുള്ള ഒരു സചിത്ര പോസ്റ്റിൽ പറയുന്നത്. പക്ഷേ ഇതിലെന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഈ വിവരാവകാശ മറുപടിയിൽ വ്യക്തമാകുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷനിൽ വന്ന പാളിച്ചയാണോ, അല്ലെങ്കിൽ പണമടയ്ക്കാത്തതാണോ? എന്താണ് സംഭവം എന്ന് വിവരാവകാശ മറുപടിയിൽ വ്യക്തമായി പറയുന്നുണ്ടോ? അതിലങ്ങനെ ഒരു ബാക്കി വിശദാംശങ്ങൾ നൽകാതെയാണ് കായിക വകുപ്പിൻ്റെ ആ മറുപടി ഉള്ളത്. അതിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, കേരളത്തിൽ സൗഹൃദ മത്സരം അതിൻ്റെ വിശദാംശങ്ങൾ ചോദിക്കുമ്പോൾ അത് ലഭ്യമല്ല എന്നാണ് മറുപടി. ഉണ്ടെങ്കിൽ കളിക്കാൻ വരുന്ന തീയതി എന്നാണെന്ന് ഔദ്യോഗികമായി സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള മറുപടി ഇത് 2-3 ചോദ്യങ്ങൾ അത് പ്രസക്തമല്ല എന്നുള്ളതാണ്. അതായത് കേരളത്തിൽ ഫുട്ബോൾ കളിക്കാൻ വരുന്നതിൻ്റെ തീയതി എന്നാണെന്ന് അറിയിച്ചതിന് അതിനും കായിക വകുപ്പിന് മറുപടിയില്ല. കേരളത്തിൽ സൗഹൃദ മത്സരം ഉണ്ടാകില്ല എന്ന് അങ്ങനെ ഒരു അറിയിപ്പോ അത് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനും പ്രസക്തമല്ല എന്നുള്ള മറുപടിയാണ് ഉള്ളത്. നമുക്കറിയാം, കായിക വകുപ്പാണ് ഇക്കാര്യത്തിൽ സ്പെയിനിൽ പോയി അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായി ചർച്ച നടത്തി അതിനുശേഷം അവർ കേരളത്തിലേക്ക് വരുമെന്നുള്ള പ്രഖ്യാപനം നടത്തുന്നത് കായിക വകുപ്പാണ്. അങ്ങനെ ഒരു ചോദ്യം കൂടി നമ്മൾ ഈ വിവരാവകാശ രേഖയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു. അതായത് അർജന്റീനൻ ഫുട്ബോൾ ടീമിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകളുടെ വിശദാംശങ്ങൾ ലഭ്യമാക്കാനും അവരോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ മറുപടിയും ഈ വകുപ്പിലില്ല എന്നാണ് കായിക വകുപ്പ് പറയുന്നത്. അതായത് കായിക വകുപ്പ് നടത്തിയിട്ടുള്ള ഒരു ചർച്ചയുടെ മന്ത്രി വി അബ്ദുറഹ്മാൻ സ്പെയിനിൽ പോയി നടത്തിയ ചർച്ചയാണ് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട്. ആ ചർച്ചയുടെ വിശദാംശങ്ങൾ പോലും കായിക വകുപ്പുമായി ബന്ധപ്പെട്ട ഓഫീസിൽ ഇല്ല എന്നുള്ള മറുപടിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കാരണങ്ങൾ തിരഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ബിനിൽ പറഞ്ഞതുപോലെ തന്നെ ജൂണിൽ
ജൂണിലാണ് മന്ത്രി പ്രഖ്യാപനം നടത്തുന്നത്. അതായത് വരില്ല എന്ന തരത്തിൽ വാർത്തകൾ വന്നതിന് പിന്നാലെയാണ് മന്ത്രിയുടെ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായത്. അതിനുശേഷം മന്ത്രി ഈ സ്പോൺസർ മാധ്യമങ്ങളെ കണ്ടു. അതിനുശേഷം മന്ത്രി തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അർജന്റീൻ ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് വരും എന്ന് തന്നെയാണ്. ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഒരാഴ്ച കൊണ്ട് നടത്തുകയും ചെയ്യും. അടുത്ത മാസം, അതായത് ജൂണോ ജൂലൈയിലോ അർജന്റീൻ ഫുട്ബോൾ ടീമിൻ്റെ സംഘാടകർ, ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികൾ കേരളത്തിലേക്ക് വന്ന് സംയുക്തമായി മാധ്യമങ്ങളെ കണ്ട് എന്നാണ് സന്ദർശനം എന്ന പ്രഖ്യാപനം നടത്തുമെന്നാണ് അന്ന് കായിക മന്ത്രി പറഞ്ഞത്. അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ 2 മാസം പിന്നിട്ടു. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ കായിക വകുപ്പ് എന്തായാലും വിശദീകരിക്കണം. ഈ വിവരാവകാശ രേഖയിലെ മറുപടിക്കകത്ത് അതില്ല. അതേ സമയത്ത് തന്നെ ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം സ്പോൺസർമാർക്കായിരുന്നു. സ്പോൺസർമാരാണ് ഈ അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നത്. അവർ മുഖേനയാണ് അവർ കേരളത്തിലേക്ക് വരാനുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞത്. പക്ഷേ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഉൾപ്പെടെയുള്ളവരും പറഞ്ഞിരുന്നത് ഇക്കാര്യത്തിൽ അനുകൂലമായിട്ടുള്ള തീരുമാനമുണ്ടാകും, ഈ വർഷം തന്നെ അർജന്റീൻ ഫുട്ബോൾ ടീം വരും എന്ന നിലയ്ക്കായിരുന്നു ഈ സ്പോൺസർമാരുടെയും പ്രഖ്യാപനമുണ്ടായത്. പക്ഷേ അതിനകത്തൊക്കെ ചില സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ, കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ തുക ഉൾപ്പെടെ നൽകേണ്ടത് ഈ സ്പോൺസർമാരായിരുന്നു. ആദ്യഘട്ടത്തിൽ തുക വൈകിയത് മൂലം ഈ അർജന്റീൻ ഫുട്ബോൾ ടീം പിന്മാറിയുന്ന തരത്തിലാണ് വാർത്തകൾ വന്നത്. പക്ഷേ അതൊക്കെ നിഷേധിക്കുന്ന പ്രതികരണമാണ് സ്പോൺസർമാരുടെ ഭാഗത്ത് നിന്ന് പിന്നീട് നമ്മൾ കണ്ടത്. അതിനുശേഷം അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അർജന്റീൻ ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് വരും എന്ന് തന്നെയായിരുന്നു. പക്ഷേ അതിലിപ്പോൾ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരിക്കുന്നു. അത് എങ്ങനെയാണ് പുറത്തു വരുന്നതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർജന്റീൻ ഫുട്ബോൾ ടീം അവർ മെസ്സി അടങ്ങുന്ന ടീം കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് ചില നഗരങ്ങളിൽ കളിക്കാൻ എത്തുന്നു എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. മെസ്സി ഈ വർഷം തന്നെ ഡിസംബറിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഡിസംബറിൽ മെസ്സി കൊൽക്കത്ത ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ എത്തുന്നുണ്ട്. അവിടെ ചില ക്രിക്കറ്റ് മത്സരം ഉൾപ്പെടെ കളിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ ഒരു ഷെഡ്യൂൾ ഏറെക്കുറെ ഇതിനോടകം തന്നെ പ്രഖ്യാപിക്കപ്പെട്ടു, അത് പ്രസിദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ ആ ലിസ്റ്റിൽ ഏറ്റവും നിർണായകമായ പ്രഖ്യാപനവും കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ ഏറ്റവും ആവേശത്തോടെ കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു കേരള സന്ദർശനം, അത് എവിടെയും ഇടം നേടിയിട്ടില്ല. അത് സംബന്ധിച്ച് ഇപ്പോൾ അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷനും ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം ഇത് സംബന്ധിച്ച് നൽകുന്നില്ല. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു അനിശ്ചിതത്വമുണ്ട് എന്ന് കായിക വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. അതെന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ള കാര്യം ഇനി അവർ വിശദീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സ്പോൺസർമാർ, ഇതിന് മുന്നോട്ട് വന്ന, ഇതിന് പ്രധാനപ്പെട്ട ചുക്കാൻ വഹിച്ച സ്പോൺസർമാരും ഇക്കാര്യം വിശദീകരിക്കണം. എന്താണ് ഈ അനിശ്ചിതത്വം? സ്പോൺസർമാരും ഒപ്പം തന്നെ കായിക വകുപ്പ് മന്ത്രിയാണ് മെസ്സി വരും എന്ന് ഉറപ്പിച്ച് പോസ്റ്റ് ഇടുകയും സ്പോൺസർമാർക്ക് നന്ദി അറിയിക്കുകയും ഉൾപ്പെടെ ചെയ്തത് ഈ ഒക്ടോബറിൽ തന്നെ കളിക്കാൻ എത്തും മെസ്സി എന്നുള്ളതായിരുന്നു കായിക വകുപ്പ് ഉറപ്പായി പറഞ്ഞിരുന്നത്. മന്ത്രി തന്നെ അത് പരസ്യമായി പറയുകയും ചെയ്തു. 1 മാസത്തിനുള്ളിൽ വാർത്താ സമ്മേളനം വിളിച്ച് സംയുക്തമായി ഈ തീയതി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ വിവരാവകാശ രേഖ പ്രകാരമുള്ള ചോദ്യങ്ങൾക്ക്, ഇപ്പോൾ നിയമപ്രകാരമുള്ള ചോദ്യങ്ങൾക്ക് ഇപ്പോൾ മെസ്സി വരില്ല എന്നുള്ള സൂചന, അല്ലെങ്കിൽ ഈ വർഷം ഇല്ല എന്നുള്ള സൂചന കായിക വകുപ്പ് തന്നെ നൽകിയിരിക്കുന്നത്. അർജുൻ രാജാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.